ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ നടപ്പിലാക്കുന്നതിനായി 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കി ഇന്ത്യൻ റെയിൽവേ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ലോകോത്തര സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി റെയിൽവേയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി 10 മുതൽ 12 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടപ്പാക്കുന്നതാണ് പദ്ധതിയിലെ പ്രധാന ആകർഷണം. റെയിൽവേയുടെ മുഖച്ഛായ പൊളിച്ചെഴുതുന്ന പദ്ധതികൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുക. 24 മണിക്കൂറിനുള്ളിലുള്ള ടിക്കറ്റ് റീഫണ്ട് സ്കീം, റെയിൽവേ സൗകര്യങ്ങൾ അറിയിക്കുന്ന സമ്പൂർണ്ണ ആപ്പ്, സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിനുകൾ എന്നിവ ഉൾപ്പെടെ യാത്രക്കാരെ ആകർഷിക്കുന്ന വിവിധ നടപടികളിലാണ് റെയിൽവേ ഇക്കുറി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ സർക്കാർ രൂപീകരിച്ചതിനു ശേഷമുള്ള 100 ദിവസത്തെ അജണ്ട അവതരിപ്പിച്ചത്. പുതിയ ടിക്കറ്റ് റീഫണ്ട് പദ്ധതി അനുസരിച്ച് 24 മണിക്കൂറിനുള്ളിൽ റീഫണ്ടുകൾ ഉറപ്പാക്കും. നിലവിൽ 3 ദിവസം മുതൽ ഒരാഴ്ച വരെ റീഫണ്ട് ലഭിക്കാൻ കാലതാമസം വരുന്നുണ്ട്. മറ്റൊന്ന് റെയിൽവേ പുറത്തിറക്കാനിരിക്കുന്ന സൂപ്പർ ആപ്പാണ്. ടിക്കറ്റ് ബുക്കിംഗ്, ടിക്കറ്റ് റദ്ദാക്കൽ, ട്രെയിനുകളുടെ തത്സമയ ട്രാക്കിംഗ്, ഭക്ഷണത്തിന്റെ ബുക്കിംഗ് തുടങ്ങി റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനുള്ളിലുണ്ടാകും. 100 ദിന കർമ്മ പദ്ധതി അനുസരിച്ച് എല്ലാ ട്രെയിൻ യാത്രികർക്കും PM റെയിൽ യാത്രി ബീമാ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതി ലഭിക്കാനുള്ള അർഹത ഉണ്ട്. 100 കിലോമീറ്ററിൽ താഴെയുള്ള റൂട്ടുകളിൽ വന്ദേ മെട്രോ, 100 മുതൽ 580 കിലോമീറ്റർ റൂട്ടുകളിൽ വന്ദേ ചെയർകാർ, 580 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള റൂട്ടുകളിൽ വന്ദേ സ്ലീപ്പർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി വന്ദേ ഭാരത് ട്രെയിനുകൾ അവതരിപ്പിക്കും. നിലവിൽ ഇന്ത്യയിൽ 50ഓളം റൂട്ടുകളിലാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. 2029 ഏപ്രിലോടെ അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പ്രവർത്തനം തുടങ്ങും. ഇതിനു പുറമെ 3 ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികളുടെ സാധ്യതാ പഠനം നടത്തും. സ്വകാര്യ പങ്കാളിത്തം ഉപയോഗിച്ച് 1300 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കും. വിമാനത്താവളങ്ങളിൽ ഉള്ളതിന് സമാനമായി ഷോപ്പിംഗ് മാളുകൾ, വെയിറ്റിംഗ് ലോഞ്ചുകൾ എന്നിവ നവീകരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടുത്തും.